മലയാളികളെ ഇത്രയധികം ചിരിപ്പിച്ച മറ്റൊരു സിനിമയില്ല. പല ലെയറുകളുള്ള സിനിമ. കോമഡിയുണ്ട്, പ്രണയമുണ്ട്, സസ്പെൻസ് ഉണ്ട്. അങ്ങനെ ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് പാക്കേജ്. സിനിമ പുറത്തു വന്ന് 3 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും മനോഹരമായൊരു ഫ്രഷ്നെസ് ഈ സിനിമയ്ക്കുണ്ട്. മാത്രമല്ല, സിനിമയുടെ അവസാന ഭാഗം ഒരു ഹോളിവുഡ് ചിത്രത്തിൻ്റെ തലത്തിലേക്ക് ഉയരുകയും ചെയ്യുന്നുണ്ട്. സിനിമയുടെ ഭൂരിഭാഗവും ബുദ്ധ സന്യാസിമാരുടെ നാട്ടിലാണ് നടക്കുന്നത്. ബുദ്ധ എന്നാണ് ചിത്രത്തിന് ആദ്യം പേര് നൽകിയത്. പിന്നീട് യോധ എന്ന പേര് മാറ്റുകയായിരുന്നു. AR റഹ്മാൻ്റെ ആദ്യകാല ചിത്രങ്ങളിലൊന്നാണ് യോധ. യോധയിലെ ഗാനങ്ങളിൽ റഹ്മാൻ മാജിക്കിൻ്റെ സൗന്ദര്യമുണ്ട്. സംഗീത് ശിവനെക്കുറിച്ച് പറയുമ്പോൾ യോധയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം സംഗീത് ശിവൻ്റെ ഏറ്റവും മികച്ച ചിത്രമാണിത്. ഇപ്പോഴും പ്രേക്ഷകർ ആവർത്തിച്ച് കാണുന്ന ചിത്രം. ഫോട്ടോഗ്രാഫറും സംവിധായകനുമായ ശിവൻ്റെ മകൻ സിനിമയിലെത്തിയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. രഘുവരൻ നായകനായ വ്യൂഹം എന്ന ചിത്രത്തിലൂടെയാണ് സംവിധായകനായി അരങ്ങേറിയത്. 1990 ഈ ചിത്രം പുറത്തു വന്നത്. തുടർന്ന് യോധ, ഡാഡി, ജോണി, ഗാന്ധർവം, നിർണയം, സ്നേഹപൂർവ്വം, അന്ന തുടങ്ങിയ ചിത്രങ്ങൾ ഒരുക്കി. ജോണിക്ക് മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. മലയാളം, ഹിന്ദി ഭാഷകളിലായി 20ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. 1997 സണ്ണി ഡിയോൾ നായകനായ സോർ എന്ന സിനിമയിലൂടെ ബോളിവുഡിൽ തുടക്കമിട്ടു. സന്ധ്യ, ചുരാലിയ ഹേ തുമ്നെ, ക്യാ കൂൾ ഹേ തും, അപ്ന സപ്ന മണി മണി, ഏകത്, പവർ ഓഫ് വൺ, യാംല, പഹ്ല, ദിവാന 2 എന്നീ ഹിന്ദി ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അവസാനം സംവിധാനം ചെയ്ത കബ് കബി എന്ന ഹിന്ദി ചിത്രം റിലീസിനൊരുങ്ങുന്നതിനിടയിലാണ് സംവിധായകൻ്റെ അവിചാരിത മടക്കം. സൗബിൻ ഷാഹിറിനെ നായകനാക്കി രിതു മാധവൻ രചനയും സംവിധാനവും നിർവഹിച്ച രോമാഞ്ചം സിനിമയുടെ ഹിന്ദി റീമേക്കാണ് കബ് കബി. പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഒരാഴ്ച മുമ്പ് വരെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ഛായാഗ്രാഹകൻ സന്തോഷ് ശിവൻ, സംവിധായകൻ സഞ്ജയ് ശിവൻ എന്നിവർ സഹോദരങ്ങളാണ്. പ്രിയ സംവിധായകന് പ്രണാമം.